ഏതോ ഒരു വീഡിയോ അല്ലേ കണ്ണൻകുട്ടീനെ ടൂ വീലറിൽ കൊണ്ടുവന്നത് കണ്ടപ്പോൾ ആരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അയ്യോ അവനെ അങ്ങനെയൊന്നും കൊണ്ടുപോകല്ലേ, ടൂ വീലറിൽ കൊണ്ടുപോകല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ടൂ വീലറിൽ തന്നെയാണ് കേട്ടോ എല്ലാവിടേക്കും പോകാറുള്ളത്. ഞങ്ങൾ എറണാകുളത്തേക്കൊക്കെ ടൂ വീലറിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ കണ്ണനെ. അത് നമ്മളുടെ സാഹചര്യമാണ്. നമുക്ക് ബസ്സിൽ പോകുന്നതിനേക്കാളും നമ്മൾക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു പ്രൈവസി, നമ്മുടെ വണ്ടിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട്, ഇപ്പോൾ ഒരു തണൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അവന് ഫുഡ് കൊടുക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമൃതയിലൊക്കെ കണ്ണനെ ടൂ വീലറിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. അത്യാവശ്യം എന്തെങ്കിലും ചിലപ്പോൾ അച്ഛൻ വന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ യാത്രകൾ മാത്രമേ ടൂ വീലറിൽ പോകാറുള്ളൂ. ഇപ്പോൾ കണ്ണൻകുട്ടി വലുതായില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോയതാണ് കേട്ടോ. ദൃശ്യം 3 കാണാനായിട്ട് പോയതാണ്. വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ശ്രുതിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം 2 വണ്ടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഓട്ടോ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ശ്രുതിയും കണ്ണനും ഒരു വണ്ടിയും അച്ഛനും അമ്മയും 2 പിള്ളേരും വേറെ വണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സിനിമയ്ക്ക് പോക്ക് നമുക്ക് ഇവിടെ നിന്ന് പോകാറുണ്ട്. നമ്മൾ ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാലും ചേട്ടൻ കൊണ്ടുപോകാറുമുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോകുമ്പോൾ അതൊരു ഇഷ്ടമൊക്കെയാണ്. പിന്നെ എന്താ 2 പെണ്ണുങ്ങളും കൂടി ആകുമ്പോൾ കലപിലയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സ്ഥലങ്ങളൊക്കെ. ആദ്യമൊക്കെ ഈ തോടൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ചാലിക്കൂടെയൊക്കെ വെള്ളമൊക്കെ കുറേ പോകുന്നുണ്ട്. അപ്പം അമ്മാമ്മ ഈ വെട്ടുകത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നതേ ഒരു ബ്രാല് വന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു വെച്ചാൽ വെട്ടിപ്പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എവിടെ ബ്രാലിന് വെട്ട് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ബ്രാലിൻ്റെ പാട് നോക്കി പോയിട്ട് ഞാൻ വിചാരിച്ചു അമ്മ ഇപ്പോൾ വെട്ടിയൊക്കെ പിടിക്കുന്നൊക്കെ. അമ്മയുടെയൊക്കെ വീടിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അമ്മ കാക്കാത്തിരുത്തിലാണ് കേട്ടോ അമ്മയുടെ വീട്. അപ്പോൾ അവിടെയൊക്കെ ഈ തോടും മീൻപിടുത്തവും ഇതൊക്കെ അവർക്കൊന്നും അതൊന്നും വലിയ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം ആൾക്ക് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ പിടിക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എവിടെ മീനിൻ്റെ പാടം നോക്കി പോയിട്ട് ഞങ്ങൾ പക്ഷേ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ബ്രാലും കരിപ്പിടിയൊക്കെ ഉണ്ട്. ഞാൻ പണ്ടൊക്കെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തേക്ക് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടുക. അപ്പോൾ ചേട്ടനും അച്ഛനും ഒക്കെ ചൂണ്ടയൊക്കെ ഇടുന്നത് കാണുമ്പോൾ എനിക്കൊരു കൗതുകമാണ്. അപ്പോൾ അവർ തന്നെ അതിലിങ്ങനെ ഇരേനെയൊക്കെ കുത്തിയൊക്കെ തരും. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് നിന്ന് എനിക്ക് കരിപ്പിടിനെയൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പണ്ട്. ആ കാലമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. ഇവിടെ നമ്മൾ ഈ കാണുന്ന പാടവും തോടും അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുകളും എല്ലാവരും ഒക്കെ ആയിട്ട് കളിച്ച് നടന്നിരുന്ന ഒരു സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അന്ന് കൂടെ കളിക്കാനുണ്ടായിരുന്ന പലരും ഇപ്പോൾ പല ദിക്കിലൊക്കെയാണ്. അവരൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ എനിക്കിതൊക്കെ വലിയൊരു ഓർമ്മകളൊക്കെയാണ്. ഇതൊക്കെ ചില ഓർമ്മകളൊക്കെ നമ്മളുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ.